പ്രിയയ്ക്ക് പാചകം അറിയുമെന്ന് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പാചകം അറിയാത്ത മലയാളികൾ ഉണ്ടാവും അല്ലേ? ഇവിടെ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡ് അടുക്കളയിൽ ഉണ്ടാക്കുമ്പോൾ പാത്രം കൊണ്ട് ആദ്യം ഓടിയെത്തുന്നത് കുഞ്ഞാറ്റയാണ് കേട്ടോ. ചിക്കൻ വറക്കേ, മീൻ വറക്കേ, പൊട്ടറ്റോ വറക്കേ, അങ്ങനെ എന്താണെങ്കിലും ആദ്യത്തെ ഒരു കുഞ്ഞാറ്റയ്ക്ക് കൊടുക്കണം. ഞാനങ്ങനെ വലിയ കുക്കൊന്നും അല്ലെങ്കിലും എന്തുണ്ടാക്കി കഴിഞ്ഞാലും ഒരു ചെറിയ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവാറുണ്ടെന്ന് കാക്കൊക്കെ പറയാറുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ നല്ലൊരു കുക്കാണ്. അമ്മ എന്തുണ്ടാക്കി കഴിഞ്ഞാലും നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ആ ഒരു കൈപ്പുണ്യം എനിക്കും ചെറുതായിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്. കാക്കുവിന് വർക്കില്ലാത്ത ദിവസങ്ങളിൽ കാക്കും ഇതേപോലെ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. ഒരുമിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഒരു സന്തോഷം ഫീലും വേറെ തന്നെയാണ് കേട്ടോ. ഈ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ പേസ്റ്റ് ഒക്കെ മിക്കവാറും ഞങ്ങൾ അരച്ചു വെക്കുകയാണ് ചെയ്യാറ്. പക്ഷെ എളുപ്പപ്പണിക്ക് വേണ്ടി ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ റെഡിമെയ്ഡ് വാങ്ങാറുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ട്യൂണ. ചിലർക്കൊക്കെ അറിയുന്നുണ്ടാവും ഇതൊരു ഫിഷ് ആണ് കേട്ടോ. ഇതിങ്ങനെ പച്ചയ്ക്ക് നാരങ്ങനീര് മാത്രം ഒഴിച്ച് കഴിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ഞങ്ങൾ മസാല ആക്കിയിട്ടാണ് ചെയ്തത്. മീനിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ കാക്കുനോട് ഇങ്ങനെ പറയായിരുന്നു, പണ്ട് ഞങ്ങൾ 10 രൂപയ്ക്കൊക്കെ മീൻ വാങ്ങുമായിരുന്നു. മത്തിയൊക്കെ ആണെങ്കിൽ 10 രൂപയ്ക്കും, ഇനി അയിലയോ കോരയൊക്കെ ആണെങ്കിൽ 20 രൂപയ്ക്കും, അങ്ങനെ ടോട്ടൽ 30 രൂപയ്ക്കായിരുന്നു ഞങ്ങൾ മീൻ വാങ്ങിക്കൊണ്ടിരുന്നത്. ഇതിപ്പോ ഞാൻ ചെറുതാകുമ്പോഴുള്ള കാര്യം കേട്ടോ പറയുന്നത്. അങ്ങനെ അമ്മ മീൻ വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് മീൻ വണ്ടിയുടെ അടുത്തേക്ക് ഞാനും പോകും. അപ്പൊ എന്തെങ്കിലും കൂന്തള്, ചെമ്മീനെ പോലുള്ള സ്പെഷ്യൽ മീനൊക്കെ ഉണ്ടെങ്കിൽ ആ മീൻകാരൻ വെറുതെ ഒരു പിടി വാരി കവറിലിട്ട് തരും കേട്ടോ. ചില കടക്കാരെ കണ്ടിട്ടില്ലേ, അച്ഛന്റെ അമ്മയുടെ ഒക്കെ കൂടെ ഈ കുട്ടികളെ കടയിൽ വരുന്ന സമയത്ത് ആ ഭരണിയിൽ നിന്ന് 2 മിഠായി എടുത്തിട്ട് വെറുതെ അവരുടെ കയ്യിൽ വെച്ച് കൊടുക്കും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പൊ ഉണ്ടാവോ അല്ലെ? അങ്ങനെ കഥയൊക്കെ പറഞ്ഞപ്പോഴേക്കും ഉച്ചയൂണ് കാലായിട്ടോ. ഇന്നിപ്പോ ഓലനും കടലയും തൈരും അച്ചാറും പപ്പടവും പിന്നെ നമ്മുടെ സ്പെഷ്യൽ ട്യൂണയാണ് ഉച്ചയൂണിന്റെ ഒപ്പം കഴിക്കാനുള്ളത്. ട്യൂണയുടെ റെസിപ്പി പറയാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ സാധാരണ ഉള്ളിയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നമുക്ക് ഇഷ്ടമുള്ള കറി മസാലകളും ഉപ്പൊക്കെ ചേർത്ത് വഴറ്റ് അതിനകത്തേക്ക് ട്യൂണ ഇടുക, ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്യുക. അത്രേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ ഞങ്ങൾ ട്യൂണൊക്കെ കൂട്ടിയിട്ട് എല്ലാവരും കൂടെ ഫുഡ് കഴിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ബൈ.